ഇനി ജാഗ്രതയിലേക്ക്. ഏറ്റുമാനൂരിൽ കൂട്ടാത്മഹത്യ ചെയ്ത ഷൈനിയും മക്കളും വീട്ടിൽ നിന്നിറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. 3 പേരും ജീവനൊടുക്കാനായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് ദൃശ്യം. മക്കളിൽ ഒരാളെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നതും കാണാം. വിവരങ്ങളുമായി ശ്രീജിത്ത്, ഈ 3 പേരുടെയും മരണവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വരുന്ന വിവരങ്ങളൊക്കെ വളരെ വളരെ വിഷമിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്? ശ്രീജ, തീർച്ചയായും വളരെ ദുഃഖിപ്പിക്കുന്ന, എല്ലാവർക്കും ദുഃഖമുണ്ടാകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്. പ്രത്യേകിച്ച് 2 പെൺകുട്ടികൾക്കൊപ്പം ആണ് ഈ അമ്മ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോ രാവിലെ പള്ളിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി എന്നുള്ളതായിരുന്നു ആദ്യ ദിവസം വന്ന സൂചനകൾ. എന്തായാലും അന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു കുട്ടി അല്പം മാറി നിൽക്കുന്നുണ്ട്. ആ കുട്ടിയെ കൂടി നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതായി നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾ ഈ ഷൈനി അനുഭവിച്ചിരുന്നതായി ഇന്നലെ തന്നെ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. ഈ ജോലി കിട്ടാത്തത്, തുടർന്ന് ജീവിതം മുന്നോട്ട് പോകുന്നതിലുള്ള ആകെ പ്രതിസന്ധിയാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ ഷൈനി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും ഷൈനിയുടെ ഭർത്താവ് നോബി ഇപ്പോൾ റിമാൻഡിലാണ് ഉള്ളത്. പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് റിമാൻഡ് ചെയ്തത്. മറ്റെന്തെങ്കിലും കാരണം ഈ ആത്മഹത്യക്കുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. കേവലം നോബി മാത്രമാണോ, അതല്ലാതെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നതുകൂടി ഏറ്റുമാനൂർ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഈ നോബിയുടെ സഹോദരൻ, ഒരു വൈദികൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇന്ത്യയിലില്ല, ഓസ്ട്രേലിയയിലാണുള്ളത്. അയാളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത, വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനുമപ്പുറം മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ, വീട്ടിൽ തലേദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഏറ്റുമാനൂർ പോലീസ് ഈ ഒരു ആത്മഹത്യയുടെ ചുരുളഴിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ ആത്മഹത്യ ചെയ്ത ഷൈനിയും മക്കളും ആ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.